ഈ സനൂപ് രാംകുമാർ സാർ പറഞ്ഞതുപോലെ ഒരു സമുദായത്തിൻ്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്ര ആവേശം, ഇത്ര താല്പര്യം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? രാംകുമാർ സാർ കുറേ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു, വസ്തുതകൾ താങ്കളുടെ മുന്നിൽ അവതരിപ്പിച്ചു. അങ്ങനെ വിളിച്ചു പറയുന്നത് കൊണ്ടാണോ അദ്ദേഹത്തെ വർഗീയവാദി ആക്കുന്നത്? മാത്രമല്ല, ഇതിലൊക്കെ ഒരു സെലക്റ്റീവായിട്ടുള്ള തീരുമാനങ്ങളല്ലേ അനൂപ നെഞ്ചിൽ കൈവച്ച് പറയൂ അനൂപ്, കോൺഗ്രസ് ഈ വഖഫ് വിഷയത്തിലും എടുത്ത തീരുമാനം അത് നിങ്ങൾക്ക് ആ സമുദായത്തെ പ്രീണിപ്പിച്ചേ മതിയാകൂ. മാത്രമല്ല, മുസ്ലിം ലീഗ് ഉണ്ടെങ്കിലേ കോൺഗ്രസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെയല്ലേ കോൺഗ്രസ്സിൽ ആര് കടന്നു വന്നു കഴിഞ്ഞാലും ആദ്യം പാണക്കാട് പോയി തങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും സ്വീകരിക്കുന്നത്? അല്ല, അഡ്വക്കേറ്റ് രാംകുമാറിനെ കുറിച്ച് ഞാൻ നേരത്തെ പങ്കുവച്ച ആശങ്ക സാധൂകരിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം വീണ്ടും തുടരുന്നത്. ഞാൻ അദ്ദേഹത്തെ പോലെ ഒരു അഭിഭാഷക രംഗത്തൊരു ഗോപുരമായി നിൽക്കുന്ന ഒരാളെക്കുറിച്ച് അദ്ദേഹം ഇത്തരത്തിൽ പറയാൻ പാടില്ല എന്നുള്ള സതുദ്ദേശപരമായ വിമർശനമാണ് ഉന്നയിച്ചത്. പക്ഷെ അദ്ദേഹം അത് ഇപ്പോഴും ആവർത്തിക്കുകയാണ്. അനിൽ നമ്പ്യാർ അത് പറയുന്നത് കൊണ്ട് താങ്കൾ തീർച്ചയായും സംഘപരിവാറിൻ്റെ ജിഹ്വയായ ഒരു ചാനൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് ആ രാഷ്ട്രീയ നിലപാടുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ അഡ്വക്കേറ്റ് രാംകുമാറിനെ പോലുള്ള ആൾ എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഞങ്ങളെക്കുറിച്ച് ഏറ്റവും വലിയൊരു ആരോപണമായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്നത് എന്താ, ഞങ്ങൾ പാണക്കാട് തങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നു എന്നാ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയാണ്, ഞങ്ങൾ പാണക്കാട് തങ്ങളെ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്, ഇനി കാണുകയും ചെയ്യും. അതിനെന്താണ് പ്രശ്നം അഡ്വക്കേറ്റ് രാംകുമാർ? അദ്ദേഹം എന്താ സാമൂഹിക വിരുദ്ധനാണോ? അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റകൃത്യം എന്താ? അങ്ങനെ കാണാൻ പാടില്ലാത്ത ഒരാളാണോ പാണക്കാട് തങ്ങൾ? പാണക്കാട് തങ്ങളെ കാണുന്നത് ഞങ്ങൾ മാത്രമല്ലാന്നേ, ഈ സമൂഹത്തിലെ വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട നിരവധി ആളുകൾ കാണുന്നുണ്ട്. അഡ്വക്കേറ്റ് രാംകുമാറിന് അറിയുമോ എന്നറിയില്ല, തമിഴ്നാട്ടിലെ ഒരു സ്ത്രീ ഗൾഫിൽ വെച്ച് അവരുടെ ഭർത്താവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ ബ്ലഡ് മണി സമാഹരിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്നത് ഒരു ഹിന്ദു സ്ത്രീ വന്നത് പാണക്കാട് തങ്ങളുടെ വീട് അന്വേഷിച്ചിട്ടാണ്. അവിടെ നിന്ന് അവർക്കതിന് പരിഹാരം ലഭിച്ചു. അങ്ങനെ ഈ സമൂഹത്തിൽപ്പെട്ട പല ആളുകളും സമാശ്വാസത്തിന് ആശ്രയമായി കാണുന്നൊരു സ്ഥലമാണ് പാണക്കാട് തങ്ങളുടെ വീടെന്ന് പറയുന്നത്. അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതെത്ര വലിയൊരു കുറ്റകൃത്യമാണെങ്കിൽ ആ കുറ്റകൃത്യം ഞങ്ങളുടെ മേലെ ചാർത്തുന്നതിന് ഞങ്ങൾക്കൊരു വിരോധമില്ല. ഇവിടെ അദ്ദേഹത്തിന്റെ ഭരണഘടനയിലുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ച്, പാണ്ഡിത്യത്തെക്കുറിച്ചൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ ആളല്ല. പക്ഷേ അഡ്വക്കേറ്റ് രാംകുമാർ ഒരു കാര്യം വിചാരിക്കരുത്, ഭരണഘടനയെക്കുറിച്ച് അറിവുള്ള ഏക മനുഷ്യൻ അദ്ദേഹമാണെന്ന് വിചാരിക്കരുത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടന്ന ഡിബേറ്റുകളെ കുറിച്ച് വായിച്ചിട്ടുള്ള ഏക വ്യക്തി അദ്ദേഹമാണെന്ന് വിചാരിക്കരുത്. അദ്ദേഹത്തിന്റെ അത്ര അവഗാഹമില്ലെങ്കിലും അതിലൂടെയൊക്കെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിലും നിയമ വിദ്യാർത്ഥി എന്നുള്ള രീതിയിലും കടന്നുപോയിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ തന്നെ. അദ്ദേഹം തന്നെ പറഞ്ഞ KM മുൻഷി ഉൾപ്പെടെയുള്ള ആളുകൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടത്തിയ ഡിബേറ്റുകളുണ്ട്. ഇന്ത്യ ഒരു ഹിന്ദു പാകിസ്ഥാൻ പോയതിനു ശേഷം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകേണ്ടതില്ലേ എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ ഉയർന്നിട്ടുണ്ട്. അതിനെ അന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പ്രതിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാക്കിയതിൽ, അത് ഭരണഘടനയ്ക്ക് രൂപം നൽകിയതിൽ കോൺഗ്രസിനുള്ള ചരിത്രപരമായ പങ്കിനെ കുറിച്ചല്ലേ ഞാൻ സംസാരിച്ചത്. അവിടെ ഒരേ സമയം സരോജിനി നായിഡു, ഇന്ത്യയുടെ വാനമ്പാടി എന്ന് പറയുന്ന സരോജിനി നായിഡു ഉള്ളപ്പോൾ തന്നെ, രാജകുമാരി അമൃത് കൗർ ഉള്ളപ്പോൾ തന്നെ, വിജയലക്ഷ്മി പണ്ഡിറ്റ് ഉള്ളപ്പോൾ തന്നെ, ഈ കൊച്ചിയിൽ മുളവുകാടിൽ നിന്നുള്ള ഒരു ദളിത് സ്ത്രീയായ ദാക്ഷായണി വേലായുധനും ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ട്. അത് സാധ്യമാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്നേ. കോൺഗ്രസ് ആ പറയുന്ന ഭരണഘടനാ മൂല്യങ്ങൾ, കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് രംഗത്ത് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ അംഗബലം താഴേക്ക് പോയിട്ടുണ്ട്, അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന, കോൺഗ്രസ് ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുന്ന മൂല്യ സഞ്ചയം അവിടെ നിലനിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമായ എത്ര തിരിച്ചടികൾ ഉണ്ടെങ്കിലും കോൺഗ്രസ് ആയി നിലനിൽക്കണമെങ്കിൽ ഈ പറയുന്ന വഖഫ് ബില്ലിനകത്ത് പോലുള്ള ഈ വ്യതിരക്തതകൾ, മതസ്വാതന്ത്ര്യം, ഇതൊക്കെ സംരക്ഷിക്കാനുള്ള സവിശേഷമായ ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതിന്റെ പേരിൽ ഞങ്ങൾ ചിലപ്പോൾ രാഷ്ട്രീയമായ തിരിച്ചടികൾ നേരിട്ടേക്കാം, രാംകുമാറിനെ പോലുള്ള ആളുകളുടെ അപ്രീതിക്ക് പാത്രമായേക്കാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭരണഘടനാപരമായ പ്രതിബദ്ധതയാണെന്നേ. ഇത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടുള്ള ഞങ്ങളുടെ അവകാശപ്പെടുന്ന ഒരു പാർട്ടി മുസ്ലിം ലീഗിന് ഇങ്ങനെ കീഴ്പ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മുസ്ലിം ലീഗ് എവിടെ നിൽക്കുന്നു, കോൺഗ്രസ് എവിടെ നിൽക്കുന്നു? അല്ല, അത് കീഴ്പ്പെടലല്ലോ. ഞാൻ പറഞ്ഞില്ലേ,
അല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അദ്ദേഹം അഡ്വക്കേറ്റ് രാംകുമാർ എന്താ പറഞ്ഞത്? ഞങ്ങൾ പാണക്കാട് തങ്ങളെ പോയി കാണുന്നു എന്ന് പറഞ്ഞ ആളാ. പാണക്കാട് അല്ല, ഞാനൊരു കാര്യം പറയാട്ടോ, പാണക്കാട് തങ്ങളെ കുറിച്ച് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ, പാണക്കാട് തങ്ങന്മാരുടെ പാരമ്പര്യത്തെ കുറിച്ച് PS ശ്രീധരൻപിള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ താങ്കൾക്ക് കാണാം. BJP നേതാക്കന്മാരും അവരെ കുറിച്ച് നല്ല, അല്ല എല്ലാവരും ഒരേ സ്വരത്ത് സംസാരിക്കണമെന്നില്ലല്ലോ. അല്ല BJP നേതാക്കന്മാരും അല്ല, ഞാൻ പറയാണ്, BJP പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളുണ്ടെന്നേ. അപ്പൊ ഞങ്ങൾ പറയുന്നത്, ഇപ്പൊ താങ്കൾക്ക്, അനിൽ നമ്പ്യാർക്ക്, താങ്കൾ മലബാറിൽ നിന്ന് വരുന്ന ഒരാളല്ലേ, ആണെന്നാണ് ഞാൻ കരുതുന്നത്. താങ്കൾക്ക് ഈ പാണക്കാട് തങ്ങൾക്കുള്ള ഒരു പോരായ്മ, പാണക്കാട് തങ്ങൾക്കുള്ള ഒരു പ്രശ്നമായി അനിൽ നമ്പ്യാർക്ക് തോന്നുന്നത്, അങ്ങനെ കാണാൻ പാടില്ലാത്ത, കണ്ടാൽ ഓടിപ്പോകേണ്ട ഒരാളാണ് പാണക്കാട് തങ്ങൾ എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായം അനിൽ നമ്പ്യാർക്കും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഞങ്ങൾ ഈ പാണക്കാട് പോകുന്നതെന്നൊക്കെ പറയുന്നത് അതുപോലെ. രാംകുമാർ സാർ ഉദ്ദേശിച്ചത് എന്താണെന്ന് അനൂപിന് മനസ്സിലായിട്ടില്ല. പാണക്കാട് തങ്ങളെ കാണാൻ പോകുന്നതിലുള്ള ആ അഭംഗി അല്ലെങ്കിൽ ഒന്നുമല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ ഈ ഒറ്റ വാക്ക് പറഞ്ഞതുപോലെയാണ്. ഒരു പാർട്ടി പൂർണ്ണമായും വിനീത വിധേയരായിരിക്കുകയാണ് മുസ്ലിം ലീഗിന് മുന്നിൽ. അതുകൊണ്ട് തന്നെയല്ലേ ആ ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ വഖഫ് വിഷയം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്. അതേസമയം നിസ്സഹായരായ 610 കുടുംബങ്ങളുടെ കാര്യം അത് നിങ്ങൾ പരിഗണിക്കുന്നേയില്ല. മുനമ്പത്ത് എന്നിട്ട് എന്താ ഇപ്പൊ പറയുന്നത്? കേന്ദ്രമന്ത്രി വന്നിട്ടും മുനമ്പത്തുകാർക്ക് നീതി കിട്ടിയില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണവുമായിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് വസ്തുതകൾ കൃത്യമായിട്ട് അറിയാം. മുനമ്പത്തുകാർ നിങ്ങളോട് അപേക്ഷിച്ചു. മാത്രമല്ല സഭാ നേതൃത്വം നിങ്ങളോട് അപേക്ഷിച്ചു, നിങ്ങളുടെ MP-മാരോട് അപേക്ഷിച്ചു, ഈ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന് അപേക്ഷിച്ചു. എന്നിട്ട് പോലും ചെവിക്കൊണ്ടില്ല. അപ്പോൾ അവിടെയൊക്കെ പ്രകടമായി നിൽക്കുന്ന എന്താണ്? നിങ്ങൾക്ക് ഈ വിധേയത്വം ഉണ്ട്. ആ വിധേയത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. ആ വിധേയത്വം ഒരു അടിമത്വമായിട്ട് മാറുന്നു. അതാണ് രാംകുമാർ സാറിനെ പോലുള്ള ഒരാൾ ചൂണ്ടിക്കാണിച്ചത്. അല്ല, അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിന്റെ ഉദ്ദേശവും ദുരുദ്ദേശവും വളരെ കൃത്യമായിട്ട് പറയാം. ആവർത്തിച്ച് പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ദുഷ്ടലാക്കോടുകൂടി വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ മുനമ്പത്തെ കാര്യം തിരിച്ചറിയേണ്ടവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്പ്യാരെ. അല്ല, തിരിച്ചറിയേണ്ടവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നേ. ഇപ്പൊ മുനമ്പ് ഉൾപ്പെടുന്ന വരാപ്പുഴ അതിരൂപതയുടെ ബിഷപ്പ് എന്താ പറഞ്ഞത്? വഖഫ് ബില്ലിനെ കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? അവസാനം അദ്ദേഹം പറഞ്ഞത് വഖഫ് ബില്ലിൽ ഈ പറയുന്ന 5 വർഷത്തെ വിശ്വാസം നിരീക്ഷിക്കപ്പെടുന്ന വ്യവസ്ഥകളടക്കം അനീതിയാണെന്നും മുനമ്പം നിവാസികളെ പറ്റിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നു എന്ന് പറഞ്ഞത് മുനമ്പത്ത് ഉൾപ്പെടുന്ന വരാപ്പുഴയുടെ ബിഷപ്പാണെന്നേ. മുനമ്പത്തെ ആളുകൾ സത്യത്തിൽ വലിയ നിസ്സഹായാവസ്ഥയുള്ള ആളുകളെ ആ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് പറ്റിക്കുന്ന സമീപനം വരാപ്പുഴയിൽ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ അത്ഭുതം. നിങ്ങളുടെ കൂടെ നടക്കുന്ന ചില വിരലിൽ എണ്ണാവുന്നത് പോലുമില്ല ചില ബിഷപ്പുമാരുണ്ട്. ആ ബിഷപ്പുമാരെ പൂർണ്ണമായും നിങ്ങളെ ആശ്രയിച്ചിരിക്കുക. അതേസമയം ഈ സഭാ നേതൃത്വത്തിലുള്ള മറ്റ് പലരും പറഞ്ഞത് എന്തേ നിങ്ങൾ കേൾക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അനുസരിച്ചില്ല? നമ്മുടെ വോട്ടുകൾ കൊണ്ടാണ് ഹൈബി ഈഡൻ MP ആയത് എന്ന് പറയുന്നു. ആ ഹൈബി ഈഡനെ എങ്ങനെ MP സ്ഥാനത്ത് നിന്ന് ഇറക്കാമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞതാരാ? അതൊക്കെ നമുക്ക് നോക്കാലോ. ഹൈബി ഈഡൻ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ച ആളാണ്. അവിടെ ജനങ്ങളുടെ മുമ്പിൽ ഹൈബി ഈഡൻ അതിൽ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഹൈബി ഈഡൻ വളരെ സുവ്യക്തമായിട്ട് നിലപാട് പറഞ്ഞില്ലേ? ഹൈബി ഈഡൻ ഈ പറയുന്ന സമുദായത്തിൽ വരുന്ന ആളല്ലേ? മുസ്ലിം ഈ പറയുന്ന മത്സ്യത്തൊഴിലാളി സമുദായത്തിൽ വരുന്ന ആളല്ലേ? അദ്ദേഹത്തിന് ആ സാഹചര്യങ്ങളെ കുറിച്ച് ആരെങ്കിലും സ്റ്റഡി ക്ലാസ് നടത്തേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം അതിനെ അഭിമുഖീകരിക്കുകയും വളരെ ആർജവത്തോടു കൂടി കാര്യങ്ങൾ തുറന്നു ചോദിക്കുകയും ചെയ്തു. കിരൺ റിജിജുവിനോട് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇന്ന് വളരെ പ്രസക്തമായി നിൽക്കല്ലേ? അദ്ദേഹം ചോദിച്ചു, ഈ വഖഫ് ബില്ല്
മുനമ്പത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ മുനമ്പ് നിവാസികൾക്ക് പ്രയോജനപ്രദമാകുന്ന എന്ത് വകുപ്പാണ് അതിലുള്ളത് എന്നുള്ള ചോദ്യത്തിന് അന്ന് പാർലമെന്റിൽ മാത്രമല്ല ഇന്ന് എറണാകുളത്ത് വരുമ്പോൾ പത്രപ്രതിനിധികളോട് പോലും മറുപടി പറയാൻ ബഹുമാന്യനായ കേന്ദ്രമന്ത്രിക്ക് കഴിയില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയല്ലേ. ഇവിടെ വളരെ കൃത്യമാണ് മുനമ്പ് നിവാസികളുടെ നിസ്സഹായത മുതലെടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് 15 പേരെ ഈ സമരസമിതിയുടെ 15 പ്രതിനിധികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിലേക്ക് കൊണ്ടുപോകും, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ആ ഒരു ഉറപ്പ് ഇന്ന് മുനമ്പം ജനതയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുന്നത്? അനൂപേ, നിങ്ങൾ കാത്തിരുന്ന് കാണൂ. നിങ്ങൾ ഞാൻ ചോദിക്കേണ്ടത് ഈ ബില്ല് അവതരിപ്പിക്കുക ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. തിടുക്കല്ലല്ലോ അല്ല നിങ്ങൾ പറഞ്ഞത് അങ്ങനെ അല്ല. അനിൽ നമ്പ്യാർ, ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഈ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പരിഹാരമായി. ഈ 15 പേരെ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോകാമായിരുന്നല്ലോ. നിങ്ങളുടെ പ്രധാനമന്ത്രിയാണല്ലോ. നിങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് ചട്ടങ്ങൾക്ക് രൂപം കൊടുക്കണം. അങ്ങനെ ഓരോ പ്രൊസീജിയർ ഉണ്ടല്ലോ. നിങ്ങൾ ഈ തോക്ക് കയറി വെടിവെക്കാതെ കാത്തിരിക്ക്. ആ ബില്ലിനകത്ത് അല്ല, നിങ്ങളുടെ ആവശ്യം തന്നെ കാത്തിരിപ്പാണല്ലോ. ആളുകളെ പറഞ്ഞ് വിഭാഗീയത ഉണ്ടാക്കി അതിനെ മുതലെടുത്തുകൊണ്ട് നിരന്തരമായി കാത്തിരിക്കാൻ പ്രേരിപ്പിച്ച് അവിടെ ആളുകൾ തമ്മിലുള്ള സമുദായങ്ങൾ തമ്മിലുള്ള വിടവുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ള പരിഹാരമാണ് നിങ്ങളുടെ മുന്നിലുള്ള. ഞാനും നിങ്ങളും പറയുന്നതല്ലല്ലോ പ്രധാനം. അവരുടെ ഉള്ളിലേക്ക് ആരൊക്കെയാണ് കയറിയിട്ടുള്ളത് എന്ന് അവർ തന്നെ തുറന്നു പറയട്ടെ.